നഗ്ന ഫോട്ടോ കാണിച്ച് പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ച പ്രതിപിടിയിൽ ചമ്മർവട്ട സ്വദേശി അജ്മൽ എന്ന 22-കാരനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. പോക്സോ അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ അജ്മലിനെ രാമനാട്ടുകരയിൽ ഒളിവിൽ കഴിയുന്നതിനിടെ സാഹസികമായാണ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി VK ജിഷാദ് ചേരുന്നു. ജിഷാദ്, നിരവധി കേസുകളിലെ പ്രതിയാണ്. ഏറ്റവും ഒടുവിൽ ഇയാൾക്കെതിരെ ഉയർന്നു വന്ന പരാതി, അജ്മലിനെതിരെ ഉയർന്ന പരാതി നഗ്ന ഫോട്ടോ കാണിച്ചൊരു പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നാണ്. അതിനുശേഷം ഈ കേസിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോകുന്നു, പോലീസ് ഇയാളെ കണ്ടെത്തുന്നു. പക്ഷേ വീണ്ടും നാടകീയമായിട്ടുള്ള സംഭവവികാസങ്ങൾ, പോലീസുകാരെ കാറടിച്ച് കൊല്ലാനുള്ള ശ്രമം. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? എങ്ങനെയാണ് പിടികൂടാൻ കഴിഞ്ഞത്? ടോം, ഈ മാസം ഫസ്റ്റിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ നഗ്ന ചിത്രങ്ങൾ കാണിച്ച് ഈ പെൺകുട്ടിയെ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഫോട്ടോകൾ യൂസ് ചെയ്ത് ഇയാൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്നും അതുപോലെ തന്നെ പണം തട്ടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടാൻ എത്തുന്നത്. നിരവധി കുട്ടികൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടതായും, അതായത് നഗ്ന ഫോട്ടോകൾ കാണിച്ച് ഇയാൾ ഭീഷണിപ്പെടുത്തതായത് പോലീസിന്റെ അറിവിലുണ്ട്. നിരവധി കേസുകൾ പ്രതിയാണ് ഈ അജ്മല്. ഈ അജ്മലിനെ തിരൂർ പോലീസ് എത്തുന്ന സമയത്താണ് ഈ പോലീസുകാരെ ചമ്പ്രവട്ടത്തു നിന്നും ഈ അജ്മൽ കാറിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത്. ഈ പോലീസുകാരെ മീറ്ററോളം ഈ അജ്മൽ വാഹനത്തിൽ നിന്ന്, അതായത് ബൈക്ക് മുന്നോട്ടെടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിഗതിയുണ്ടായി. പിന്നീട് ഈ അജ്മൽ അതായത് ഒളിവിൽ പോവുകയായിരുന്നു. അതായത് 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ അജ്മൽ രാമനാട്ടുകരയിൽ വെച്ച് അറസ്റ്റ് ആകുന്നത്. നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ അജ്മൽ. ഈ കാറ് ഇടിച്ചതിനെ തുടർന്ന് 2 CPIമാര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നീടുള്ള പോലീസിന്റെ ശക്തമായ ഇടപെടലും ഇയാളെ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ അജ്മൽ അറസ്റ്റ് ആകുന്നത്. ഇയാളെ പിടികൂടാൻ തിരൂർ CI ഉൾപ്പെടെയുള്ള ടീം നിരവധി ദിവസങ്ങളടക്കം അതായത് പല സ്ഥലങ്ങളിലും സെർച്ചിങ് അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രതി പിടികൂടിയിട്ടുണ്ട്. നിരവധി കേസുകളിലും അതുപോലെ തന്നെ നിരവധി പോക്സോ കേസുകളും പ്രതിയാണ് അജ്മൽ. യെസ്, എന്തായാലും ഇത്തരം തുടർച്ചയായ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? കാപ്പ ചുമത്തി ജയിലിലടക്കേണ്ടതിലാണ്. പോക്സോ കേസ്, ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത ശ്രമം, പോലീസുകാരെ ആക്രമിക്കൽ, ഇയാൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടതല്ലേ ജിഷാദ്? ടോം, 22-കാരനായ ചെറിയ യുവാവാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത്. അതായത് നിരവധി കുട്ടികൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഫോട്ടോസ്, അതുപോലെ തന്നെ നഗ്ന ഫോട്ടോസ് ഒക്കെ അടക്കം എടുത്ത് ഭീഷണിപ്പെടുത്തലാണ് ഈ യുവാവിന്റെ ഒരു രീതി. അതായത് ഈ ചെറിയ കുട്ടികളായി തന്നെ ആളുകളുടെ അടുത്ത് തുറന്നു പറയാത്തൊരു സാഹചര്യമുണ്ട്. പിന്നീടാണ് ഈ കുട്ടി രക്ഷിതാക്കളെ അടുത്ത് ഈ കാര്യം പറയുന്നത്. ഫോട്ടോ ടെലിഗ്രാമിലും മറ്റും പ്രചരിപ്പിക്കുമെന്നും തനിക്ക് കൂടുതലായി പൈസയും അതുപോലെ തന്നെ സ്വർണം ില്ലെങ്കിൽ ഇതെല്ലാം താൻ അതായത് വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും പ്രചരിപ്പിക്കുമെന്നും ഈ പ്രതി ഈ കുട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടാണ് ഈ കുട്ടി രക്ഷിതാക്കളോട് ഈ കാര്യം പറയുന്നത്. എന്തായാലും ഈ പ്രതിയെ തിരൂർ പോലീസ് അതിസാഹസ്യമായി തന്നെ പിടിച്ചിട്ടുണ്ട്. നിരവധി പോക്സോ കേസിൽ പ്രതിയാണ് അജ്മൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.